സ്കൂൾ കാലം തൊട്ട് തന്നെ കാണുന്ന കാഴ്ചയാണ് അല്ലേ. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ജൂൺ 4-ന് നമ്മളെടുത്ത് ഒരു ചെടിൻ്റെ തൈ തരും എല്ലാ കുട്ടികൾക്കും വീട്ടിൽ നിന്ന്. അങ്ങനെ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും സ്കൂൾ വിദ്യാർത്ഥികളും സർവ്വ നാട്ടിലെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ, പോലീസുകാർ, ഡോക്ടർമാർ മുതലായ എല്ലാവരും അവരുടെ ഓഫീസിൻ്റെ മുമ്പിലും വീടിൻ്റെ മുമ്പിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ചെടി നടുക അല്ലെങ്കിൽ വൃക്ഷത്തൈകളൊക്കെ നടുക. ഇത് എന്തിനാണെന്നൊന്നും ചെറുപ്പമുള്ള കുട്ടികൾക്ക് മനസ്സിലാവില്ല. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ പ്രകൃതിനെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്. അത് മണ്ണെടുത്തിട്ട് മണലെടുത്തിട്ട് അല്ലാത്ത പല പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം, പ്ലാസ്റ്റിക് ഭൂമിയിൽ വലിച്ചെറിയുന്നു. വെള്ളത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കാണ്. ഈ ഒരു മരം നടലുകൊണ്ട് മാത്രം അത് പ്രകൃതി സംരക്ഷണം ആവൂല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് 1973 ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ 153ഓളം രാജ്യങ്ങൾ ഇത് ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയത്. അപ്പം നമ്മളും ഇതിൻ്റെ ഭാഗമാണ്. എല്ലാ വർഷവും ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ചില വർഷങ്ങളൊക്കെ പോയിട്ടുണ്ട്. നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കൂട്ടുകാരന്മാരൊക്കെ നാട്ടിലെ കവലകളും ഒക്കെ വൃത്തിയാക്കാനും അവിടെ കടക്കാർ അവരുടെ എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല സമയത്തും കൂടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇത് ചെയ്യുമ്പോൾ നമ്മളും ഇതേപോലെയൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള അതൊരു മോട്ടിവേഷനാണ്. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ആഘോഷത്തിന് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ മറ്റു ആളുകളെ ഇതിനെ ബോധവൽക്കരിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ എല്ലാവരും പരസ്പരം ബോധവൽക്കരണം നടത്താനുള്ളൊരു ഭാഗമായിട്ടാണ് ഇതിങ്ങനെ നടത്തുന്നത് സംഭവം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വർഷം നമ്മളും അതേപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ ആളുകളും ചെയ്ത പോലെ നമ്മളും ചെയ്ത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എന്നാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്.